ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതൊരു ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ഒന്നോ രണ്ടോ അല്ല, നമ്മളിവിടെ 10 ഫാദേഴ്സ് ഡേ കാർഡ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ ഈ ഷർട്ട് കാർഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ഒരു ബ്രൗൺ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. അതൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷർട്ട് പോലെ ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷർട്ടിൻ്റെ ബട്ടൺസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പേപ്പറിൽ റൗണ്ടൊക്കെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതേ സെയിം കളർ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ബ്രൗൺ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷർട്ടിൻ്റെ കളർ എടുക്കാം. അങ്ങനെ ബട്ടൺസൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് വെക്കാനുള്ള കാർഡും കൂടെ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ A4 ഷീറ്റിൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുത്. ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത രണ്ടും ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈറ്റിങ്സോ കോഡ്സോ എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ഷർട്ടിൻ്റെ കാർഡ് റെഡി ആയിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഷർട്ടിൽ കുറച്ചും കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കോളറിൻ്റെ അവിടെ ഇതേപോലെ ലൈൻസൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ ഷർട്ട് കാർഡ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഒരു വെറൈറ്റി ഗിഫ്റ്റാണ്. ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുക്കുക. അതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് വീണ്ടും ഒന്ന് ഹാഫായിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ടൊരു പാത്രത്തിൻ്റെ അടപ്പെടുത്ത് ഇതേപോലെ ഒരു കേർവ് കിട്ടാൻ വേണ്ടിയാണ് ഇതൊന്ന് വരച്ചു കൊടുക്കുന്നത്. ആ കേർവിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കുക. പിന്നെ ആ കേർവ് അനുസരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മുഴുവൻ കട്ട് ചെയ്ത് കളയരുത്. പിന്നെ ഒരു സ്കെയിൽ എടുക്കുക. ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും. പിന്നെ രണ്ട് സൈഡിൻ്റെയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഇവിടെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കേർവ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ കേർവ് വരച്ച് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. ആ കേർവ് കിട്ടാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് ഇതേപോലെ വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഇതേപോലെ ഒരു പൗച്ച് പോലത്തെ ഒരു സംഭവം കിട്ടും. അപ്പോൾ ഞാനിത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റെഡ് കളർ പെയിൻ്റാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും. അപ്പോൾ അതേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയുള്ള പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക. അതൊന്ന് 5x10 സെൻറ്റിമീറ്ററിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക. ഇതേപോലെ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് നിനക്ക് ഇഷ്ടമുള്ള എഴുതാം. ഞാനിവിടെ ലവിങ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. വീണ്ടും അതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതേപോലെ മടക്കി വീണ്ടും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു ഫ്രഞ്ച് ഫ്രൈസ് രൂപത്തിൽ കിട്ടും, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. അതേപോലെ ഞാൻ കുറേ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ഇട്ട പേരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വെറൈറ്റി ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഒരു ബാഡ്ജാണ്. അതും ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലൊരു ബ്ലാക്ക് കളർ പേപ്പർ എടുക്കുക. അതിന് മുകളിലേക്ക് ഇതേപോലൊരു വൈറ്റ് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ബാഡ്ജിന് വേണ്ടിയുള്ള സാധനം വരച്ചു കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ പേസ്റ്റൽ ഗ്രീൻ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെയിൻ്റൊക്കെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു യെല്ലോ പേപ്പറും പുറകിൽ വെച്ച് കൊടുത്ത് ഇതേപോലെ ഒരു ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഡിസൈൻ അനുസരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഇച്ചിരി ടാസ്ക്കാണ്. എന്നാലും കട്ട് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് അടിപൊളിയാണ്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് പേപ്പർ എടുക്കുക. ഇതേപോലെ ആ സർക്കിളും ഒന്നും കൂടി ഒന്ന് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ വരച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ വൈറ്റ് റൗണ്ടിൽ ഞാൻ ഇതേപോലെ ബെസ്റ്റ് ഡാഡ് എവർ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ച കാർഡിൽ ഇതേപോലെ കുറച്ച് റൈറ്റിങ്സൊക്കെ എഴുതി കൊടുക്കുക. ഞാനിവിടെ ദ അവാർഡ് ഗോസ് ടു എന്നൊക്കെ പറഞ്ഞാണ് എഴുതി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇതേപോലെ കുറച്ച് ബോർഡേഴ്സും ഡിസൈൻസൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ചാൽ ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക.
ഇതുപോലെ കട്ട് ചെയ്തെടുത്ത സംഭവത്തിൽ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ബാഡ്ജ് രൂപത്തിലായിട്ടുണ്ട്. അതും ഒന്ന് ആ പേപ്പറിലേക്ക് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ എഴുതി വെച്ച ബെസ്റ്റ് ഡാഡ് എവർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തേക്കാണ് ട്രാൻസ്പെറൻറ്റ് പേപ്പർ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പേസ്റ്റൽ കളർ പിങ്ക് പെയിൻറ്റ് ഞാനിവിടെ ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് പേപ്പറിൻ്റെ പുറത്തേക്ക് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സീക്രട്ട് മെസ്സേജ് പോലെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ എഴുതി ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മായ്ക്കാൻ വേണ്ടി നമുക്ക് കോയിൻ വെച്ച് മായ്ക്കാം. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ അടുത്തത് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ക്രാഫ്റ്റാണ്. ആദ്യം തന്നെ ഒരു 3 ഹാർട്ട്സ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഒരെണ്ണം ഹാഫ്, പിന്നെ ഒരെണ്ണം ഇതേപോലെ ഒരു കേർവ് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, ആകെ ഇതും മാത്രമാണ് ആവശ്യം. അപ്പോൾ അതൊന്ന് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് നേരെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ഹാർട്ടിൻ്റെ പുറത്തേക്ക് ഇതേപോലെ 2 സൈഡിലുമാണ് ഗ്ലൂ തേക്കേണ്ടത്. എന്നിട്ട് നേരത്തെ ആ പീസൊന്ന് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി അതിൽ കുറച്ച് ഡിസൈൻസും റൈറ്റിങ്സൊക്കെ എഴുതുക. അത്രേ ഉള്ളൂ. നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു ക്രോസ് വേർഡ് പസിൽ എന്നൊക്കെ പറയാം, അതേപോലത്തെ ഒരു കാർഡാണ്. ഇതേപോലെ 2 പേപ്പർ എടുക്കുക, ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡറും വരച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് ബോർഡറിൻ്റെ പകരമാണ് ഞാൻ ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതേപോലെ ബ്രൗൺ പേപ്പർ എടുക്കുക, അതിൽ കുറച്ച് ബോക്സസ് വരച്ചു കൊടുക്കുക. അതിൽ ഞാനിവിടെ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ബോക്സിലാക്കി എഴുതി അത് കട്ട് ചെയ്ത് ഇതേപോലെ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കും. ക്രോസ് വേർഡ് പസിലൊന്നുമല്ല, ചുമ്മാ എഴുതി ഒട്ടിക്കുന്നതാണ് ബോക്സസ് ആയിട്ട്. ഇത് ആക്ച്വലി ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ്. ഏത് കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിൽ കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഏത് കുഞ്ഞു പിള്ളേർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തത് ഒരു പ്ലാനറ്റ് കാർഡാണ്, ഒരു എർത്തിൻ്റെ കാർഡാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക, ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. പിന്നെ ഒരു പ്ലാനറ്റ് വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഇതേപോലെയാണ് വരച്ചു കൊടുക്കുന്നത്. അതിൽ കണ്ണും മൂക്കും വായൊക്കെ ക്യൂട്ടാക്കാൻ വേണ്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു സ്റ്റാറും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് കളർ ചെയ്ത് ഭംഗിയാക്കി എടുക്കുക. പിന്നെ അത്രേ ഉള്ളൂ. ഞാനിവിടെ ഒരു കോട്ടും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ട് സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസാണ്. ഏത് കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതൊരു സൂപ്പർമാൻ ഗിഫ്റ്റാണ്, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു റോളാണ് എടുത്തിരിക്കുന്നത്. ഈ ബുക്ക് പൊതിയുന്നതിൻ്റെ അകത്തൊക്കെ ഉള്ള ഒരു റോളില്ലേ, അല്ലെങ്കിൽ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ അകത്തൊക്കെ ഉള്ള റോള്, ആ ഒരു റോളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ ഇതേപോലെ നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതനുസരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തെർമോക്കോൾ കട്ടർ കൊണ്ട് കട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം ഞാൻ കിച്ചണിൽ പോയി കത്തിയെടുത്ത് അതിസാഹസികമായി കട്ട് ചെയ്തിട്ടാണ് വന്നത്. അത് കട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ പകുതി ശക്തിയും പോയി. അത് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക, ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അത് ഞാനിവിടെ സെല്ലോ ടേപ്പാണ് ഉപയോഗിക്കുന്നത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞ് ഇതേപോലെ കുറച്ച് ക്യൂട്ടാക്കാൻ വേണ്ടി കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞ് ഇതേപോലെ യെല്ലോ കളർ സ്ട്രിപ്പ് പേപ്പറും കൂടി ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു സൂപ്പർമാൻ്റെ എംബ്ലോം കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം വരച്ചത് ഇച്ചിരി വലുതായിപ്പോയി. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ സൈസൻസ് ഇതേപോലെ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിലിതേപോലെ പപ്പ എന്നുള്ള രീതിയിൽ പിയും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സൂപ്പർമാൻ എംബ്ലോക്ക് ഉണ്ടാവില്ലേ, അതേപോലെ ഈ ഒരു എംബ്ലോം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പെയിൻറ്റും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേപ്പർ എടുക്കുക, ഇതേപോലെ 2 ട്രയാങ്കിൾസ് വരച്ച് കൊടുക്കുക. അതിലും കൂടി ഇതേപോലെ റെഡ് കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്.
അത് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ 2 ട്രയാങ്കിൾസും ഒരു ചിറക് പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, ഒരു ബാറ്റ്മാൻ സൂപ്പർമാൻ ആ സംഭവം. പിന്നെ ഒരു പേപ്പർ എടുക്കുക, ഇതേപോലെ വരച്ചെടുക്കുക. അതിൽ സൂപ്പർ പപ്പ എന്ന് എഴുതിയിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ പപ്പ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, ആകെ ആ റോള് മുറിക്കണ മാത്രമേ ഒരു ടാസ്ക് ഉള്ളൂ. അപ്പോൾ അടുത്തത് ഒരു ഈസി കാർഡാണ്. അതിനുവേണ്ടി ഒരു പേപ്പർ എടുക്കുക, ഇതേപോലെ കുറച്ച് ബോർഡർ വരച്ചു കൊടുക്കുക. പിന്നെ ഒരു മഗ് വരച്ചു കൊടുക്കുക. പിന്നെ അതിൽ ഇതേപോലെ ഒരു കോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈറ്റിങ്സോ എഴുതി കൊടുക്കാം. ഞാനിവിടെ ഐ ലവ് ഡാഡ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ പൊക്കത്ത് ഇതേപോലെ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു കോട്ടും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. അടുത്തതും വീണ്ടും ഒരു സിമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം, സിമ്പിൾ കാർഡാണ്. അതിൽ ഇതേപോലെ ബോർഡർ വരച്ചു കൊടുക്കുക. പിന്നെ ഒരു ടൈ ആണ് ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നത്. ആദ്യം വരച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി, അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വീണ്ടും റബ്ബ് ചെയ്ത് ഇതേപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു ടൈ ഷേപ്പായി വന്നിട്ടുണ്ട്. അതിൽ ഇതേപോലെ ഡിസൈൻസൊക്കെ ചെയ്ത് അത് ടൈയുടെ അകത്താണ് ഇതേപോലെ ലെറ്റർ പോലെ എഴുതി കൊടുക്കുന്നത്. അതും ഒരു വെറൈറ്റിയാണ്, അതും സിമ്പിളാണ്. ഇനി അടുത്തതും ഒരു സിമ്പിൾ കാർഡാണ്. മൊത്തത്തിൽ ആക്ച്വലി സിമ്പിളാണ്. അതിനും ഇതേപോലെ യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ഇതേപോലെ ബോർഡേഴ്സൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ ക്രൗണാണ് വരച്ചു കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുകളിൽ ഇതേപോലെ ഡാഡ് യു ആർ മൈ കിങ് ബിക്കോസ് ഐ ആം യുവർ പ്രിൻസസ് എന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ കാർഡ്സും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഭയങ്കര സിമ്പിൾ ക്രാഫ്റ്റ്സ് ആണ്. അപ്പോൾ ഈ വരുന്ന ഫാദേഴ്സ് ഡേ, അതായത് ജൂൺ 15 ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, ആ ഡേ സ്പെഷ്യലാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു താങ്ക് യു. അപ്പോൾ ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ദി അമേസിങ് ഫാദേഴ്സ്.